അപ്പോൾ എങ്ങനെയുണ്ട് ആകപ്പാടെ മഴ? എപ്പോഴും അങ്ങ് മഴ അല്ലേ? മഴ ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡ്, നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ എപ്പിസോഡിൽ ആരും പുറത്തു പോകുന്നു. ആരിൻ്റെ പുറത്താകൽ ഒരു പരിധിവരെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ആരിനും അക്ബറും നെവിനും കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻസി കിട്ടിയതിന് ശേഷം ആരിനാണ് അത് ദോഷമായിട്ട് ഭവിച്ചത് എന്ന് ഏകദേശം ഉറപ്പായിരുന്നു. കാരണം അക്ബറും ആരിനും ഒക്കെ ഏകദേശം വോട്ട് കുറവായിരുന്നു, നെവിനുമൊക്കെ. പക്ഷേ ആരും പുറത്തു പോകുന്നു. വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം പുറത്തു പോയത്. ഏതായാലും ആരും പുറത്തു പോകുന്നു. ബാക്കി ആൾക്കാർ അവശേഷിക്കുന്ന 8 പേരിൽ ആരൊക്കെ ഫൈനൽ 5-ലെത്തും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഏകദേശം ഒരു കാര്യം ഉറപ്പാണ്, അനു, അനീഷ്, ഷാനവാസ് ഇവർ 3 പേരും ഏകദേശം ഫൈനൽ 5-ലേക്ക് ഉറച്ചിരിക്കുകയാണ്. മറ്റൊന്ന് ടിക്കറ്റ് ടു ഫിനാലെ ജയിച്ച നോറ. അങ്ങനെ അവർ 4 പേർ ഫൈനലിലേക്ക് ഏകദേശം ഉറപ്പ് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ വല്ല അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാകത്തുള്ളൂ എന്ന് തോന്നുന്നു. ഏതായാലും ഈ ടോപ്പ് 1 ആകാൻ വേണ്ടി ഏറ്റുമുട്ടുന്നത് അനീഷും അനുവും തന്നെ ആയിരിക്കും എന്ന് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി 5ാമത്തെ വ്യക്തി ആരാണ്? അക്ബറുണ്ട്, നെവിൻ, ആദില, സാബു. ഈ 4 പേരിൽ ആരായിരിക്കും? ഒരാൾക്ക് വേണ്ടി 4 പേര് മത്സരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അത് നെവിൻ തന്നെ വരാനുള്ള സാധ്യതയിലാക്കാണ് വിരൽ ചൂടുന്നത്. നെവിൻ ഓർ അക്ബർ. ആദിലെയും സാബുമോനെ നമുക്ക് എഴുതി തള്ളിക്കളയാം. കാരണം അവർ അടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആദിലെയും സാബുമോൻ്റെ ഇത്രയും നാളും ഉള്ള തരംഗം ഇനി ആവർത്തിക്കും എന്ന് തോന്നുന്നില്ല. പിന്നെ അക്ബറുണ്ട്, നെവിനുണ്ട്. സാധ്യത കൂടുതൽ നെവിനാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഫൈനൽ 5 ഇനി അക്ബറിനെയും കൂടി ഉൾപ്പെടുത്തണമെങ്കിൽ ചില സീസണിലൊക്കെ നമ്മൾ കണ്ടുപോലെ ടോപ്പ് 6 ആയിരിക്കാം ഒരു പക്ഷേ ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ അക്ബറും ഇതിനകത്ത് ഉൾപ്പെടും. നെവിനും അക്ബറും, നോറ, അനുമോൾ, ഷാനവാസ്, അനീഷ്, ഇവർ 4 പേരായിരിക്കാം ഒരു പക്ഷേ ഫൈനലിൽ എത്തുമുട്ടുന്നത്. അത് ഫൈനൽ 6 ആക്കാം. ഫൈനൽ 5 ആണെങ്കിൽ നെവിൻ, അക്ബർ പുറത്തു പോകാൻ സാധ്യത. ഇതിലെ 1ാം സ്ഥാനത്ത് അനുമോളും അനീഷും തികഞ്ഞ ഫൈറ്റ് തന്നെ നടക്കും എന്ന് ഉറപ്പാണ്. ഇവർക്ക് ആർക്ക് വേണമെങ്കിലും മത്സരം ജയിക്കാം. ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമായി മാറുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഷാനവാസ് ഔട്ടാവുകയാണെങ്കിൽ അത് അനീഷിന് ഗുണമായി വരാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും നെവിൻ ഔട്ടാവുകയാണെങ്കിൽ അതൊരു കാരണവശാലും നെവിന് ഗുണമായിട്ട് വരത്തില്ല. നെവിന് കിട്ടേണ്ട വോട്ടുകൾ മൊത്തം മിക്കവാറും അത് അനീഷിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ ചില നിർണായകമായ മുഹൂർത്തങ്ങൾ ഈ പുറത്താകുന്ന മത്സരാർത്ഥികളെ ആശ്രയിച്ചിരിക്കും. ആരുടെ ജയിക്കും അല്ലയോ എന്നുള്ളത്. 2 പേരും തികഞ്ഞ പോരാളികൾ തന്നെ. ആർക്ക് വേണമെങ്കിലും ജയിക്കാം. 2 പേരെയും എനിക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടമാണ്. പിന്നെ ഇന്നലെ ലാലേട്ടൻ വന്നപ്പം എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമില്ലാതെ എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഫയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ, സത്യം പറഞ്ഞാൽ നെവിന് തന്നെ ആയിരുന്നു. നെവിൻ ഏറിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. നെവിൻ ആകപ്പാടെ തകർന്നു പോയി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ എന്താ പറയുക, പണപ്പെട്ടിയിലുമായിട്ട് ബന്ധപ്പെട്ട് നെവിൻ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അതിച്ചിരി ക്രൂരമായി പോയി എനിക്ക് തോന്നുന്നു. കാരണം നെവിനെ സംബന്ധിച്ച് ഈ കാശിന് വളരെയധികം ആവശ്യമുള്ള സമയമാണ്. നെവിൻ പലപ്പോഴും വന്നപ്പം മുതൽ പണപ്പെട്ടി ടാസ്ക് വരെ നിൽക്കണം എന്നുള്ള വിചാരത്തിൽ തന്നെയാണ്. അതൊരു 7ൻ്റെ പണി തന്നെയാണ് ബിഗ് ബോസ് കൊടുത്തത്. അത് ഇച്ചിരി ക്രൂരമായി പോയോ എന്നുള്ളത് സംശയം എനിക്കുണ്ട്. ഏതായാലും നെവിൻ അതിനുശേഷം ആകെപ്പാടെ ഡെസ്പടിച്ചിരിക്കുന്നതുണ്ട്. കാരണം പണപ്പെട്ടി എടുക്കാൻ പറ്റത്തില്ല. അപ്പം അക്ബർ പറയുന്നുണ്ട്, എടാ നീ അതിനുശേഷം നിൻ്റെ പണത്തിൻ്റെ ആവശ്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്. പുറത്തിറങ്ങിയതിന് ശേഷം ഇതിൽ കൂടുതൽ നന്നായി പ്രോഗ്രാം നിനക്ക് വരും, നിനക്ക് കടങ്ങളെല്ലാം വീട്ടാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ സാമ്പത്തികം ഒരു വലിയൊരു ഘടകമാണ്. അത് അന്നേരം നെവിൻ്റെ മനസ്സ് കണ്ടു കഴിഞ്ഞപ്പം നെവിനെ എത്ര വെറുത്താലും നമുക്കൊരു ഉള്ളിലൊരു വിഷമം തോന്നിയ ഒരു സന്ദർഭമാണ്. അങ്ങനെ വേണ്ടായിരുന്നു ബിഗ് ബോസ് എന്ന് എനിക്ക് ആ നിമിഷം നോക്കിപ്പോയി. ഏതായാലും നെവിൻ പണപ്പെട്ടി എടുക്കാൻ പാടില്ല. ഇനിയും വേറെ ആരൊക്കെ അതിലെ മിക്കവാറും എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ സാബു ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആദില, സാബു ഇവരൊക്കെ ആർക്ക് വേണമെങ്കിലും എടുക്കുമെന്ന് തോന്നും.
അപ്പോൾ പണപ്പെട്ടി എടുത്തുകൊണ്ട് ഒരാൾ പോകും എന്ന് ഏകദേശം ഉറപ്പാണ്. അനുമോളും അനീഷും ഷാനവാസും ഒന്നും എടുക്കില്ലെന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ഇനി എടുക്കുമോ കാത്തിരുന്ന് കാണാം. എടുത്തു കഴിഞ്ഞാൽ അവർക്ക്, എനിക്ക് തോന്നുന്നു അനീഷും അനുമോളും എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പണിയായിരിക്കും. അനീഷ് എടുക്കാൻ സാധ്യതയില്ല, അനുമോളും എടുക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. പിന്നെ ഈ കാശിൻ്റെ അളവനുസരിച്ചിരിക്കുമെന്ന് തോന്നുന്നു. ഇനി പണപ്പെട്ടി എടുക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നതുകൊണ്ട് ബിഗ് ബോസ് ഒരുപക്ഷെ പണപ്പെട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ടിസ്റ്റ് പ്രതീക്ഷിക്കാം എന്നുള്ളത്. അങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ. അപ്പം ഇന്ന് പുതിയ ഇതാണ്. അതുപോലെ ക്യാപ്റ്റനായി നൂറെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ലാലേട്ടൻ തന്നെയാണ്. അത് മികച്ചൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു. നൂറയും അതുപോലെ തന്നെ നമ്മുടെ അനുമോളുമാണ് ക്യാപ്റ്റൻ ആകാതിരുന്നത്. അനുമോളുടെ ക്യാപ്റ്റൻ ഏതായാലും ഇവരിടപെട്ടൊന്നും നടക്കുമെന്ന് തോന്നില്ല. ഇനിയും ബിഗ് ബോസ് വല്ലതും ഇടപെട്ടോ അല്ലെങ്കിൽ ലാലേട്ടൻ ഇടപെട്ട് നൂറയാക്കിയതുപോലെ അനുമോളെ ക്യാപ്റ്റൻ ആക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സീസണിൽ ക്യാപ്റ്റൻ ആകാതെ പുറത്തു പോകുന്ന ഫൈനൽ 5-ലെ മത്സരാർത്ഥിയായിരിക്കാം അനുമോൾ. കാത്തിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ പൊതുവായിട്ട് നടന്നത്. വലിയ കുഴപ്പമില്ലാത്തൊരു എപ്പിസോഡ് തന്നെയായിരിക്കും. ഇനിയുള്ള ദിവസങ്ങൾ അധികം ദിവസങ്ങളില്ല. വലിയ അടിയും ഇടിയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. കാത്തിരിക്കാം പുതിയ അപ്ഡേറ്റിന് വേണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് ഫൈനൽ 5-ലെത്തും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? കമൻറ്റ് ഇടണേ.